ഹായ് കൂട്ടുകാരെ, നമസ്കാരം. നമ്മളിന്ന് മസ്ക് മെലൻ്റെ ഒരു ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിങ്ങനെ സ്പൂണും കൊണ്ട് ഉള്ളിൽ നിന്ന് ചിരണ്ടി എടുത്താൽ മതി. ഞങ്ങളുടെ വീട്ടിൽ ഇത് ആദ്യം കൊണ്ടുവന്നപ്പം നമുക്കിതെങ്ങനെ കഴിക്കട്ടെന്ന് അറിയില്ലായിരുന്നു. ഞങ്ങളിത് മുറിച്ചിട്ട് വെറുതെ ചവച്ച് തിന്ന് നോക്കി. അപ്പോൾ ഒരു മധുരമൊന്നുമില്ല. അപ്പോഴാണ് മനസ്സിലായത് ഇത് പാലും പഞ്ചസാരയൊക്കെ ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ച് കഴിക്കണമെന്ന്. നമ്മളിത് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കണം. കുറച്ച് സബ്ജ സീഡ് കുതിരാനിട്ട് വെക്കാം. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1 ഗ്ലാസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തുകൊണ്ട് വരാം. നമ്മളിതിൽ നാരങ്ങ ഒഴിക്കുന്നില്ല, കാരണം പാലുള്ളത് കൊണ്ട് നാരങ്ങ ഒഴിച്ചാൽ അത് റിയാക്റ്റ് ആവും. ഈ സബ്ജ സീഡ് കലക്കിയത് ഇതിലൊഴിച്ചു കൊടുക്കാം. ഇനി മിക്സിയിലടിച്ച ഈ ജ്യൂസ് നമുക്ക് പാത്രത്തിലോട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അധികം മധുരമൊന്നുമില്ലാത്ത നോർമൽ മധുരമുള്ള ജ്യൂസാണ്. എല്ലാവർക്കും കഴിക്കാൻ പറ്റും. ഇത് പ്രമേഹ രോഗികൾക്കും എല്ലാവർക്കും. നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ബദാം മുറിച്ചിട്ട് കൊടുക്കാം. പ്രമേഹ രോഗികളൊക്കെ ഈ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുമ്പോൾ പഞ്ചസാര ഇടാതെ ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റാണ്. വാട്ടർമെലൻ്റെ ടേസ്റ്റ് അല്ല ഇതിന്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. നല്ല ചൂടുള്ള സമയത്തെല്ലാം ഉച്ചയ്ക്ക് കഴിക്കാൻ നല്ലതാണിത്. ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ.